പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചതോർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളെല്ലാം നമ്മെ വിട്ട് കടന്നുപോയപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും അത്ഭുതകരമായി കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ടിൻ്റെ ചില അടികൾ ഞാനിവിടെ പാടുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൽ കൂടെ ദൈവം നമ്മെ ഓരോ ദിവസവും ജയോത്സവം നടത്തുന്നോർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 57-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തു വരുന്ന ഒരു കർത്താവിനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അടുത്തു വരിക മാത്രമല്ല, ആ കർത്താവ് നമ്മോട് സംസാരിക്കുന്നവനാണ്. സമയഭേദമോ സ്ഥലകാലഭേദമിൻ്റെ വ്യത്യാസമോ കൂടാതെ ഏതൊരു സന്ദർഭത്തിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുകയും അടുത്തു വന്ന് ഭയപ്പെടേണ്ട അരുളി ചെയ്ത കർത്താവിനെ ഇന്ന് നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി വാതുക്കലായിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ കൺമുമ്പിൽ കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ വരും നാളുകളിൽ കർത്താവ് സഹായിക്കുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 46 അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ സങ്കേതം, നമ്മുടെ ബലം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. കഷ്ടകാലം വരുമ്പം മറ്റു മനുഷ്യരെല്ലാം നമ്മെ വിട്ട് അകന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ അടുത്ത തുണയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ എന്നുള്ളിടത്ത് നമ്മുടെ കർത്താവ് പ്രസൻറ്റ് ഹെൽപ്പറാണ്. പ്രൈസ് ദി ലോർഡ്. സ്കൂളുകളിലും കോളേജുകളിലും സാധാരണ ടീച്ചേഴ്സൊക്കെ പേര് വിളിക്കുമ്പോൾ നമ്മൾ സ്റ്റുഡൻസ് പറയും, ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ ഹാജർ സാർ, പ്രസൻറ്റ് സാർ എന്ന് പറയാറുണ്ട്. ആ വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസൻറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോൾ ദൈവത്തെ വിളിച്ചാലും നമ്മുടെ കർത്താവ് പ്രസൻറ്റ് ഹെൽപ്പറായി
നിത്യസഹായകനായി നമ്മോട് കൂടെയുള്ളത് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.